എല്ലാവർക്കും നമസ്കാരം. സാഫുർജാൻ EXന്റെ ടാലി പ്രൈമിൻ്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്രെയിനിങ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ബുക്കിലെ 10ാമത്തെ വർക്കാണ്. ADJ ട്രേഡേഴ്സ് എന്ന് തുടങ്ങുന്ന 26 ക്വസ്റ്റ്യൻസുകൾ അടങ്ങുന്ന ഈ ഒരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വൗച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ ADJ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രധാന ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ ഫിക്സഡ് അസറ്റ് എന്ന ടോപ്പിക്കാണ്. അതായത് ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് പിന്നീട് നമ്മളത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സംഭവിക്കുന്ന പ്രോഫിറ്റ് ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതും അതെങ്ങനെയാണ് വൗച്ചർ എൻട്രി ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതുമാണ്. അപ്പോൾ ഇതിൻ്റെ പല ടോപ്പിക്കുകളും ഞാൻ ഈ ചാനലിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ക്ലാസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മളത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ പ്രാക്ടീസ് ബുക്ക് വാങ്ങിച്ചിട്ടുള്ളവരെല്ലാവരും ഈ ഒരു ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓരോന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഈ ബുക്ക് നോക്കി ചെയ്ത് നോക്കുക. ബുക്ക് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തൊന്ന് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഈ ബുക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ആ പ്രൈസ്, ഇതിൻ്റെ ബുക്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 10ാമത്തെ വർക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ADJ എന്ന കമ്പനിയുടെ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ആദ്യത്തെ ട്രാൻസാക്ഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ്. നമുക്കറിയാവുന്ന കേസാണ്. നമ്മളിതുവരെ ചെയ്തതിൽ പിന്നെ ഏറ്റവും മുന്നിലായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുള്ളത് 45 ലക്ഷമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, എമൗണ്ട് ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം? സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ റെസിപ്റ്റിൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വൗച്ചേഴ്സ് എടുത്തു. അതിൽ നമ്മുടെ F6 ബട്ടൺ അഥവാ റെസിപ്റ്റ് വൗച്ചർ നമ്മൾ എടുക്കുന്നു. ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിനെ കൊടുക്കുന്നു. ഓക്കെ, അണ്ടർ എന്താണ് വരിക? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓക്കെ, ടോട്ടലി നമുക്ക് 45 ലക്ഷമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, 45 ലക്ഷമാണ്. ഓക്കെ, കൊടുത്തു. ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുകയാണ്. നേരെ എൻട്രി ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാപിറ്റലായിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏത് ക്വസ്റ്റ്യനിലും നമുക്ക് ട്രാൻസാക്ഷൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായിരിക്കും? ക്യാപിറ്റലായിരിക്കും ക്വസ്റ്റ്യനായിട്ട് തരിക. ഓക്കെ, കാരണം ക്യാഷിൻ്റെ ഒരു ബാലൻസ് എമൗണ്ട് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ക്യാപിറ്റലിൻ്റെ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു SBI 5 ലക്ഷം രൂപ SBI ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കോൺട്രാ ട്രാൻസാക്ഷൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കോൺട്രാൻ്റെ നമ്പർ എത്രയാണ്? F4 അടിച്ചു. ക്രെഡിറ്റായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ക്യാഷിന് കൊടുത്തു. 5 ലക്ഷം കൊടുത്തു. ഓക്കെ, 5 ലക്ഷം കാണിച്ച ശേഷം ഡെബിറ്റായിട്ട് നമ്മൾ എന്താ കാണിക്കേണ്ടത്? നമ്മൾ SBI നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചു കൊടുക്കുക. ഓക്കെ, Alt C അടിച്ചു. SBI ബാങ്ക് കൊടുത്തു. ബാങ്ക് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് കൊടുത്ത ശേഷം നേരെ എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? സേവ് ചെയ്യുക. ഓക്കെ, നേരെ എൻട്രി ചെയ്യുന്നു. കറൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. നേരെ എൻട്രി ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് നമുക്ക് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യണം അല്ലേ. എന്തെല്ലാം ഫിക്സഡ് അസറ്റുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? ഫർണിച്ചർ ഉണ്ട്. അത് നമ്മൾ എത്ര രൂപക്കാണ്? 20,000 രൂപ. അതേപോലെ തന്നെയാണ് ബിൽഡിങ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ബിൽഡിങ് നമ്മൾ 5 ലക്ഷത്തിനാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ട് 15,000. ലാൻഡ് 8 ലക്ഷം. ലോറി വാങ്ങുന്നത് 3 ലക്ഷത്തിനാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അതേപോലെ കാറ് 1 ലക്ഷത്തിനാണ് വാങ്ങിക്കേണ്ടത്. പർച്ചേസ് മോട്ടോർ ബൈക്ക് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അത് 1,50,000 അപ്പോൾ ഇനി അടുത്തതായിട്ട് പർച്ചേസ്ഡ് മെഷീനറി ബൈ ക്യാഷ് അല്ലേ. മെഷീനറി വാങ്ങിക്കുന്നുണ്ട് 25,000 രൂപ. അതേപോലെ ടാബ്ലോ വാങ്ങിക്കുന്നുണ്ട് 20,000 രൂപ. അതേപോലെ ഫാന് വാങ്ങിക്കുന്നുണ്ട് 4,000 രൂപ.
പർച്ചേസ് കാരേജ് വാന് വാങ്ങിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഫിക്സഡ് അസറ്റാണ്. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ക്യാഷിനാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഏതിലാണ് കാണിക്കുക? അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തതിൽ ഒരു 1-2 എൻട്രി മാത്രമേ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുക. ഓക്കെ, ബാക്കിയുള്ള ഈ എൻട്രീസ് എല്ലാം എന്ത് ചെയ്യണം, ഞാൻ സ്കിപ്പ് ചെയ്യണം. കാരണം ഇതെല്ലാം വരുന്നത് ഒരേപോലെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പർച്ചേസിങ് കംപ്ലീറ്റ്, അതായത് ഈ ഫിക്സഡ് അസറ്റിൻ്റെ പർച്ചേസിങ് കംപ്ലീറ്റ് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ വീഡിയോസിൽ കാണിക്കണില്ല. ആകെ 2 എൻട്രി കാണിക്കാം, ബാക്കിയെല്ലാം അതേപോലെയാണ് വരിക. ഓക്കെ, അപ്പോൾ നോക്കിക്കോളാം ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഫിക്സഡ് അസറ്റ് നമ്മൾ ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, പേയ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് ചെയ്യാം. ഓക്കെ, ഏത് അസറ്റാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിക്കേണ്ടത്? ഫർണിച്ചറാണ്. അപ്പോൾ ഓൾട്ട് സി അടിച്ചു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു അണ്ടർ ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് നമ്മൾ കൊടുത്തു. എന്ത് ചെയ്യുന്നു, നമ്മൾ എത്രയാണ് എമൗണ്ട് കൊടുക്കേണ്ടത്? ഫിക്സഡ് അസറ്റായിട്ട് 20,000 രൂപയാണ് നമുക്ക് ഫർണിച്ചറിൻ്റെ എമൗണ്ട്. ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ബാക്കിയുള്ള എല്ലാ അസറ്റും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു അസറ്റും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡെബിറ്റായിട്ട് ബിൽഡിങ് കാണിക്കണം. ഓക്കെ, ബിൽഡിങ് കാണിച്ചു. അണ്ടർ ഫിക്സഡ് അസറ്റ് തന്നെയാണല്ലോ. ഓക്കെ, ഫിക്സഡ് അസറ്റാണ്. അതിന് എമൗണ്ട് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 5 ലക്ഷമാണ് എമൗണ്ടായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, കൊടുത്തു. ക്രെഡിറ്റ്. ഇപ്പോൾ എമൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ തെറ്റ് കൂടാതെ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ക്രെഡിറ്റ് ക്യാഷ്. ഇനി ഈ വരുന്നതൊക്കെ ഏതിലാണ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ ഞാൻ പിന്നെ വീഡിയോസിൽ ചെയ്യുന്നതായിട്ട് കാണിക്കണില്ല. ഓക്കെ, പർച്ചേസ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ഡെബിറ്റ് ചെയ്യുക പേയ്മെൻറ്റ് പോയിട്ട് അല്ലേ, ക്രെഡിറ്റ് ക്യാഷ്. അതേപോലെ ഡെബിറ്റ് ലാൻഡ്, ക്രെഡിറ്റ് ക്യാഷ്. അതേപോലെ ലോറി ഡെബിറ്റാണ്, ക്രെഡിറ്റ് ക്യാഷ്. കാർ ഡെബിറ്റ്, ക്രെഡിറ്റ് ക്യാഷ്. മോട്ടോർ ബൈക്ക് ഡെബിറ്റ്, ക്രെഡിറ്റ് ക്യാഷ്. മെഷീനറി ഡെബിറ്റ്, ക്രെഡിറ്റ് ക്യാഷ്. അതുപോലെ ടാബ്ലർ ഡെബിറ്റ്, ക്രെഡിറ്റ് ക്യാഷ്. ഫാൻ ഡെബിറ്റ്, ക്രെഡിറ്റ് ക്യാഷ്. കാരേജ് വാൻ ഡെബിറ്റ്, ക്രെഡിറ്റ് ക്യാഷ്. ഓക്കെ, ഇനി ഈ ട്രാൻസാക്ഷനൊക്കെ ഞാൻ വീഡിയോസിൽ നിന്ന് ഒഴിവാക്കുകയാണ്. കാരണം ബാക്കി ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടുമെന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളതുകൊണ്ട് അത് പല ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇത്രയും ട്രാൻസാക്ഷൻ ഞാൻ വീഡിയോസിൽ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ആക്ച്വലി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യാമെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ബാക്കിയുള്ള ട്രാൻസാക്ഷനുകളെല്ലാം വീഡിയോസിൽ ഒഴിവാക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫിക്സഡ് അസറ്റുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ക്യാഷിൻ്റെ ബാലൻസ് ആയിട്ടുള്ളതും ഇനി ബാങ്കിൽ എത്ര ബാലൻസ് ഉള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണാം. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാൻസാക്ഷനാണ്. സോൾഡ് ഫർണിച്ചർ തൊട്ട്. അപ്പോൾ ഫിക്സഡ് അസറ്റുകളെല്ലാം ഇനി നമ്മൾ സെയിൽ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നോക്കുക, ഫിക്സഡ് അസറ്റുകൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലാണ് ചെയ്യേണ്ടത്. ഫിക്സഡ് അസറ്റ് നമ്മൾ ക്യാഷിന് വിൽക്കുമ്പോൾ നമ്മൾ റെസിപ്റ്റ് വൗച്ചറിൽ പോയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, റെസിപ്റ്റ് എടുത്തു. നമുക്ക് നോക്കാം, റെസിപ്റ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, റെസിപ്റ്റ് എടുത്തു. എന്നിട്ട് ഫർണിച്ചർ സെയിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഫർണിച്ചർ വിൽക്കുമ്പോൾ എങ്ങനെയാണ് വരിക, ഫർണിച്ചർ പോവുകയാണ്, ഫർണിച്ചറിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് ആക്കി കൊടുക്കാൻ പോകണം ഞാൻ ഫർണിച്ചറിന്. റെസിപ്റ്റ് പോയിട്ട് ഫർണിച്ചർ ഇവിടെ സെലക്ട് ചെയ്താൽ മാത്രം മതി. ഫർണിച്ചർ ഇവിടെ ഉണ്ട്. ഓക്കെ, ക്രെഡിറ്റ് ആയിട്ട് ഞാൻ ഫർണിച്ചർ സെലക്ട് ചെയ്യുന്നു. എത്ര രൂപക്കാണ് നമുക്ക് ഫർണിച്ചർ വിൽക്കുന്നത്? നമ്മൾ 19,000 രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫർണിച്ചറിൻ്റെ ബാലൻസ് സംഖ്യ ഒരു 1000 രൂപ അവിടെ വരും. ഓക്കെ, ഡെബിറ്റായിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുന്നു. ഓക്കെ, ആ എൻട്രി പാസ് ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തെ എൻട്രിയും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബിൽഡിങ് ക്രെഡിറ്റ് ആക്കുക അല്ലേ, റെസിപ്റ്റ് പോവുക. എന്നിട്ട് എത്രയാണ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് എന്ന് വെച്ചാൽ അത് കൊടുക്കുക. 4 ലക്ഷമാണ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിൽഡിങ് നമ്മൾ വിറ്റിട്ടുണ്ട്. ഓക്കെ, 4 ലക്ഷത്തിന് വിറ്റു. ഇനി ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. റെസിപ്റ്റ് പോവുകയാണ്. റെസിപ്റ്റ് പോയിട്ട് കമ്പ്യൂട്ടർ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് കൊടുക്കുക. എത്ര രൂപക്കാണ് കമ്പ്യൂട്ടർ വിൽക്കുന്നത്? 12,000 രൂപക്കാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് തൊട്ടുള്ള എല്ലാ സംഭവങ്ങളും, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ അസറ്റുകളും നമ്മൾ എന്തിൽ തന്നെയാണ് കൊടുക്കേണ്ടത്, റെസിപ്റ്റായിട്ട്. ഈ പറഞ്ഞ പോലെ അസറ്റുകളൊക്കെ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുക, ഡെബിറ്റായിട്ട് നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ്. പക്ഷേ വീഡിയോസിൽ നിന്ന് ഞാനതെല്ലാം സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ കൂടുതൽ ടൈം വരുന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഓക്കെ,
അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷനും ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുക, ബാക്കിയുള്ള എല്ലാം ചെയ്ത് വെച്ചുകൊണ്ട് ഇനി എത്രയും നമുക്ക് ബാലൻസ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ റിപ്പോർട്ടിൽ കാണിക്കുന്നത് നോക്കുക. നിങ്ങൾ നോക്കൂ, ഫിക്സഡ് അസറ്റ് നേരെ ലൈബിലിറ്റിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ലൈബിലിറ്റിൻ്റെ സൈഡിൽ വന്നതുകൊണ്ട് നോക്കുക, ബിൽഡിങ് മൈനസ് ആയിട്ടാണ് കാണിക്കുന്നത്, കാറ് അല്ലേ മൈനസ് ഇല്ലാതെ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എല്ലാം എന്തായാലും നമുക്ക് ഫിക്സഡ് അസറ്റുകളെല്ലാം ലൈബിലിറ്റി സൈഡിലാണ് വന്നിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഫർണിച്ചർ 20,000 രൂപയ്ക്ക്, പക്ഷേ വിറ്റത് എത്ര രൂപയ്ക്കാണ്? 19,000 രൂപയ്ക്ക്. അപ്പോൾ 19,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇവിടെ എന്താണ് 1000 നമുക്ക് എന്താണ് ലോസാണ്. കണ്ടല്ലോ, 1000 രൂപ നമുക്ക് ലോസാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഫർണിച്ചർ എങ്ങനെയാണ് ഇപ്പോൾ അതിൽ വന്നിട്ടുള്ളത് എന്നുള്ള 1000 ലോസ് എങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണ്? 1,000 ആയിട്ട് കാണിക്കുന്നത്. കണ്ടോ, അതേപോലെ തന്നെയാണ് നമുക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ ചിലത് പ്രോഫിറ്റാണ്, ചിലത് ലോസാണ്. ഇപ്പോൾ ബിൽഡിങ് നമ്മൾ 5 ലക്ഷത്തിന് വാങ്ങിച്ചു, 4 ലക്ഷത്തിന് വിറ്റു, അവിടെ 1 ലക്ഷം നമുക്ക് ലോസാണ്. അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ നമ്മൾ 15,000 രൂപയ്ക്ക് വാങ്ങിച്ചു, 12,000 രൂപയ്ക്ക് വിറ്റു, അവിടെ നമുക്ക് ലോസാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ലാൻഡ് 8 ലക്ഷത്തിന് വാങ്ങിച്ച ലാൻഡ് നമ്മൾ 10 ലക്ഷത്തിനാണ് കൊടുക്കുന്നത്, ഇവിടെ നമുക്ക് പ്രോഫിറ്റാണ്. കണ്ട, അപ്പോൾ ഇങ്ങനെ ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിയിട്ട് അത് നമ്മൾ വിൽക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ലാഭത്തിനോ അല്ലെങ്കിൽ നഷ്ടത്തിനോ ആണ് സെയിൽ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട്, അതായത് നമുക്ക് കൂടുതൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത് ഫിക്സഡ് അസറ്റ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ലൈബിലിറ്റിൻ്റെ സൈഡിലേക്ക് കാര്യം പോവുക. ഓക്കെ, കാരണം ഇവിടെ 10 ലക്ഷമൊക്കെയാണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ളത്, അതായത് അസറ്റ് സെയിലായി പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു പ്രശ്നം എന്തായാലും വരും. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ എല്ലാ അസറ്റുകളും 0 ബാലൻസ് ആക്കി മാറ്റണം. കാരണം എല്ലാ അസറ്റും നമ്മൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ ആ വിറ്റ അസറ്റുകൾ പിന്നെ ഒരിക്കലും അവിടെ വരാൻ പാടില്ല. അപ്പോൾ ഈ സൈഡിൽ വേണം നമുക്ക് ഫിക്സഡ് അസറ്റ് വരും വേണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എന്തും വേണം, നമുക്ക് പ്രോഫിറ്റായിട്ട് വരും വേണം. എത്രയാണ് നമുക്ക് എത്രയാണ് ഇപ്പോൾ പ്രോഫിറ്റൊന്നും നമുക്കില്ല അല്ലേ, കാരണം നമ്മൾ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ കേസ്? ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് 20,000 രൂപയ്ക്ക്, പക്ഷെ എത്രക്കാണ് വിറ്റിട്ടുള്ളത്? 19,000 രൂപയ്ക്ക്. 1000 രൂപ ലോസാണ് അല്ലേ? അപ്പോൾ ലോസാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ ആ ലോസ് എങ്ങനെ നമ്മൾ റെഡിയാക്കുക? നമ്മൾ ലോസ് ആണെങ്കിൽ ചെയ്യേണ്ടത്, ഫർണിച്ചർ 20,000 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ ഫർണിച്ചർ ഡെബിറ്റ് ആയിരുന്നില്ലേ, പക്ഷേ വിറ്റപ്പോൾ അത് ക്രെഡിറ്റ് ആക്കി അല്ലേ. അപ്പോൾ ഫർണിച്ചർ വിറ്റപ്പോൾ 19,000 ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് തന്നെയാണ് എമൗണ്ട് കിടക്കുന്നത് അല്ലേ, 1000 രൂപ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് തന്നെയാണ് ഫർണിച്ചർ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ചെയ്യേണ്ടത് F7 ജേണൽ എടുക്കുക. ഓക്കെ, ജേണൽ വൗച്ചർ നമ്മൾ എടുക്കുക. അതായത് കീബോർഡിൽ F7 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ജേണൽ വൗച്ചർ കിട്ടുന്നു. എന്നിട്ട് ജേണലിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫർണിച്ചർ കൊടുക്കുക. ഫർണിച്ചർ കണ്ട ഡെബിറ്റ് ബാലൻസ് ആണല്ലോ അല്ലേ, ഡെബിറ്റ് ബാലൻസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മതി, നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കാണാം. ഇവിടെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ ഡെബിറ്റ് ആയിട്ട് കൊണ്ടുപോയിക്കാണ്ട് തന്നെ ഈ 1000 കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. അപ്പോൾ എന്തായി മാറും? കണ്ട, 0 ആവേണ്ടത് വീണ്ടും ഇരട്ടിയായി, കാരണം അത് ഡെബിറ്റ് ബാലൻസ് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ലോസ് അക്കൗണ്ടിനാണ്. അപ്പോൾ ലോസ് ഓൺ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ ഇവിടെ ലോസ് ഓൺ ഫർണിച്ചർ, ഡെബിറ്റായിട്ട് ലോസ് ഓൺ ഫർണിച്ചർ. അണ്ടർ എന്താണ് വരിക? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു. ആ 1000 കൊടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എന്താ കാണിക്കേണ്ടത്? ഫർണിച്ചറിനെ സെലക്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ 0 ബാലൻസ് ആയുള്ളത്. ഓക്കെ, 0 ബാലൻസ് ആയി. ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. 0 ബാലൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിലൊക്കെ എന്ത് സംഭവിച്ചുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം ബാലൻസ് ഷീറ്റിലൊന്ന് വന്ന് നോക്കാം. നമുക്ക് ബാലൻസ് ഷീറ്റിൽ വന്ന് നോക്കുമ്പോൾ ഫർണിച്ചറിൻ്റെ എമൗണ്ട് അവിടെ കാണുന്നില്ല. കണ്ടോ, ഇതിപ്പോൾ ലോസ് ആണല്ലോ അല്ലേ, ലോസല്ലേ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലോസ് എവിടേക്ക് പോയിട്ടുണ്ടാവും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ലോസ് 1000 ലോസാണ്. ഓക്കെ, ഇനി അടുത്ത കേസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത കേസ് എന്താണ്? ബിൽഡിങ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് 5 ലക്ഷത്തിന്. ഓക്കെ, പക്ഷെ എത്രക്കാണ് വിറ്റിട്ടുള്ളത്? 4 ലക്ഷത്തിനാണ്. അപ്പോൾ അവിടെയും നമുക്ക് എന്താണ്? ലോസാണ്. അപ്പോൾ ബിൽഡിങ് മുതലുള്ള ലോസ് എങ്ങനെ നമ്മൾ കാണിക്കുക? ഇപ്പോൾ ചെയ്തു അതേപോലെ ഒന്ന് നോക്കൂ, എങ്ങനെയാണ് മനസ്സിലാവണ്ട. അതായത് ജേണൽ എടുക്കുക, ഡെബിറ്റായിട്ട്
ലോസ് ഓൺ ബിൽഡിങ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ലോസ് ഓൺ ബിൽഡിങ് സെപ്പറേറ്റ് അക്കൗണ്ടായിട്ട് തന്നെ ഉണ്ടാക്കേണ്ടതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, 1,00,000 കൊടുക്കുക. 1,00,000 കൊടുത്തു. ക്രെഡിറ്റായിട്ട് ബിൽഡിങ് കണ്ട, അതും 0 ആയിട്ട് മാറി. അപ്പോൾ ലോസാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻട്രി ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. നോക്കണം, ഡെബിറ്റ് ലോസിനെ കൊടുക്കുക, അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ് ഏതാണ് അസറ്റ് അതും, അതേപോലെ തന്നെ അതിന് എത്രയാണ് ലോസ് സംഭവിച്ചിട്ടുള്ള ആ എമൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ബിൽഡിങ്ങിൻ്റെ കേസ് ഒന്ന് നോക്കാം. ബിൽഡിംഗ് എന്താ സംഭവിച്ചു എന്നുള്ളത് ബാലൻസ് ഷീറ്റിൽ നിന്ന് പോയിട്ടുണ്ടാകും ഇപ്പോൾ അല്ലേ. ബാലൻസ് ഷീറ്റിൽ കണ്ട ബിൽഡിങ്ങിന് എമൗണ്ട് ഇല്ല, അതെങ്ങോട്ട് പോയി, നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കയറി വന്നു. കണ്ട, ആ അസറ്റിനൊക്കെ ആ ഒരു ലോസിനൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. അടുത്ത കേസ് നമുക്ക് നോക്കാം. എന്താണ് അടുത്ത കേസ്? ജസ്റ്റ് നോക്കാം. ഓക്കെ, അടുത്ത കേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ കേസാണ്. 15,000 രൂപയ്ക്ക് വാങ്ങിച്ച കമ്പ്യൂട്ടർ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 12,000 രൂപയ്ക്ക്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ലോസാണ്. എത്ര ലോസ് ഉണ്ട്? 3,000 ലോസ് ഉണ്ട്. ഓക്കെ, ചെയ്യേണ്ടതാ എളുപ്പമാണ്. ഡെബിറ്റ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഓൾട്ട് സി അടിക്കുക, ലോസ് ഓൺ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. ജേണലിലാണ് നമ്മൾ ചെയ്യേണ്ടത്, മറക്കരുത്. ജേണൽ വൗച്ചറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് കൊടുക്കേണ്ടത് 3,000 കൊടുക്കുക. ക്രെഡിറ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, 0 വന്നാലേ കറക്റ്റ് ഉള്ളൂ. 0 വരേണ്ടെന്ന് നോക്കണം നിങ്ങൾ. ഓക്കെ, സേവ് ചെയ്തു. ഇപ്പോൾ ഇതേപോലെ അവിടെയും സംഭവിച്ചിട്ടുണ്ടാവും. ഇനി പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ ബാലൻസ് ഇവിടെ ഇല്ല. അതിപ്പോൾ എവിടെ പോയിട്ടുണ്ടാവും? നമ്മുടെ ബാലൻസ് ഷീറ്റിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഞാൻ ടൈം കളയാതെ ബാക്കിയുള്ളതും കൂടി ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അടുത്തത് നമ്മൾ നോക്കാം. ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 8 ലക്ഷത്തിനാണ്. പക്ഷേ എത്ര ലക്ഷത്തിനാണ് വിറ്റത് നോക്കി? 10 ലക്ഷത്തിനാണ് ലാൻഡ് വിറ്റത്. അപ്പോൾ എങ്ങനെ വരും? എളുപ്പമാണ് ആ കേസ്. ഡെബിറ്റ് ആ കേസിലൊരു കാര്യം കൂടി ഉണ്ട്. അവിടെ നമുക്ക് എന്താണ്? പ്രോഫിറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടി നോക്കണം. അവിടെ പ്രോഫിറ്റാണ്. ഡെബിറ്റ് ലാൻഡും ക്രെഡിറ്റ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചല്ലേ. 8 ലക്ഷത്തിൻ്റെ ലാൻഡ് നമ്മൾ വിറ്റിട്ടുള്ള എത്ര രൂപക്കാണ്? 10 ലക്ഷം. അപ്പോൾ എത്ര ലാഭം വരുന്നത്? 2 ലക്ഷം ലാഭമാണ്. അപ്പോൾ ലാഭമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെബിറ്റ് എന്ത് ചെയ്യണം? ആ അസറ്റിനെയാണ് കൊടുക്കേണ്ടത്, അതായത് ലാൻഡിനെ കൊടുക്കുക. കാരണം ലാൻഡ് നമുക്ക് 2 ലക്ഷം രൂപ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കിടക്കുകയാണ്. അത് അവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ ലാൻഡിനെ നമ്മൾ ഡെബിറ്റ് ആക്കണം. അപ്പോൾ 2 ലക്ഷം കൊടുത്തു, കണ്ട 0 ആയി. ഇനി ക്രെഡിറ്റ് എന്താ വരിക? ക്രെഡിറ്റ് പ്രോഫിറ്റിനെയാണ് കൊടുക്കേണ്ടത്. പ്രോഫിറ്റ് ഓൺ ലാൻഡ്. നേരത്തെ ലോസിന് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് കൊടുത്തെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ കൊടുക്കേണ്ടത് ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ്. കണ്ടോ, ഇൻഡയറക്റ്റ് ഇൻകംസ് കൊടുക്കുക. പ്രോഫിറ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം, അതിനെ ക്രെഡിറ്റ് ആക്കി മാറ്റുകയും ചെയ്യാം. ഇനി നമുക്കൊന്ന് നോക്കാം. നമുക്ക് ബാലൻസ് ഷീറ്റിലൊന്ന് സംഭവിച്ചിരിക്കണമെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ കണ്ട ഫിക്സഡ് അസറ്റ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൂടി ചെയ്യാനും മാത്രമേ ഉള്ളൂ. നമുക്ക് ഡെബിറ്റ് പോയിട്ടുണ്ട് എമൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെന്ന് നോക്കുകയാണെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ലോസ് ഓൺ ബിൽഡിങ്ങിൻ്റെയൊക്കെ അപ്പുറത്തുണ്ടാവും. അതായത് പ്രോഫിറ്റ് ആൻഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ഇൻകായിട്ട് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റായി മാറി, നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കേട്ടോ. 96,000 നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത കേസ് എന്താണ്? അടുത്ത കേസ് 3 ലക്ഷത്തിന് നമ്മൾ ലോറി വാങ്ങിച്ചിട്ടുണ്ട്. 3,50,000 രൂപയ്ക്ക് അത് വിറ്റിട്ടുണ്ട്. അപ്പോൾ 50,000 പ്രോഫിറ്റാണ് ലോറി മേൽ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാഭമാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ആ അസറ്റിനെ നമ്മൾ കാണിക്കണം. ഓക്കെ, 50,000. ഓക്കെ, കണ്ടോ, ക്രെഡിറ്റായിട്ട് പ്രോഫിറ്റ് ഓൺ ലോറി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അണ്ടർ എന്താണ് വരിക? ഇൻഡയറക്റ്റ് ഇൻകംസ് തന്നെയാണ്, നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഓക്കെ, ബാക്കി അടുത്ത എന്താണ്? കാറ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 1 ലക്ഷത്തിനാണ്. പക്ഷേ എത്ര രൂപക്കാണ് വിൽക്കുന്നത് നോക്കാം നമുക്ക്. കാർ നമ്മൾ വിറ്റിട്ട് 1,20,000. അപ്പോൾ 25,000 നമുക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ കാറും നമുക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ ഡെബിറ്റ് കാറ് കൊടുക്കുക, 25,000 കാണിക്കുക. ക്രെഡിറ്റായിട്ട് ഓൾട്ട് സി അടിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഓൺ കാറ്. അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകാണ്. ഓക്കെ, അതും ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മോട്ടോർ ബൈക്ക് വാങ്ങിയിട്ടുണ്ട് 1,50,000 രൂപയ്ക്ക്. പക്ഷേ ആ മോട്ടോർ ബൈക്ക് എത്ര രൂപയ്ക്ക് നമ്മൾ വിറ്റത്? 80,000 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്കെന്താണ്? ലോസാണ്. എത്ര ലോസ് ഉണ്ട് അവിടെ നമുക്ക് നോക്കാം. ലോസ് എത്രയാണ്?
1,50,000 രൂപക്ക് വാങ്ങിച്ച സാധനം എത്ര രൂപക്കാണ് വിട്ടത്? 80,000 രൂപക്കാണ്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ 70,000 ലോസാണ് വരിക. ഓക്കെ, 70,000 ലോസാണ്. അപ്പോൾ അതെങ്ങനെ കാണിക്കുക? നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമുക്ക് ഡെബിറ്റായിട്ട് ഒരിക്കലും മോട്ടോർ ബൈക്കിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ലോസ് ഓൺ മോട്ടോർ ബൈക്ക് കൊടുക്കുക, മോട്ടോർ ബൈക്ക്. ഓക്കെ, അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തിട്ട് 70,000 അതിൻ്റെ ലോസിനെ നമ്മൾ നോക്കി കൊടുക്കുക. ഓക്കെ, ക്രെഡിറ്റായിട്ട് മോട്ടോർ ബൈക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. മോട്ടോർ ബൈക്ക് കൊടുക്കുന്നതോടുകൂടി അവിടെ നമുക്ക് 0 വന്നു കഴിഞ്ഞു അല്ലേ, ലോസായിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, 0 ആയി കഴിഞ്ഞു. ഓക്കെ, അവിടെ ചെറിയൊരു മാറ്റം വന്നു. ഡെബിറ്റ് ലോസ് ഓൺ മോട്ടോർ വെഹിക്കിൾ കൊടുത്തിട്ട് ഞാൻ അറിയാതെ വീണ്ടും ക്രെഡിറ്റ് തന്നെ കൊടുത്തു. ഓക്കെ, ഇവിടെ മാറ്റി കൊടുക്കുക. മോട്ടോർ ബൈക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, മോട്ടോർ ബൈക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് അടുത്ത എൻട്രി നമുക്ക് നോക്കാം. എന്താണ് അടുത്ത എൻട്രി വരുന്നത്? അടുത്ത മെഷീനറി 25,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ആ മെഷീനറി നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 21,000 രൂപയ്ക്ക്. ഇപ്പോൾ 25,000 രൂപയ്ക്ക് വാങ്ങി 21,000 വിറ്റാൽ അതും നമുക്ക് ലോസാണ്. ഓക്കെ, അപ്പോൾ ഡെബിറ്റായിട്ട് ലോസ് ഓൺ മെഷീനറി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. 4,000 രൂപയാണല്ലേ അതിൻ്റെ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ 4,000 കൊടുത്തു. ക്രെഡിറ്റ് എന്താണ് കൊടുക്കേണ്ടത്? മെഷീനറി കൊടുക്കുക. ഓക്കെ, 0 ബാലൻസ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത കേസ് എന്താണ്? നമുക്ക് അടുത്ത ടാബ്ലോ വാങ്ങിക്കണം 20,000 രൂപയ്ക്ക്. ടാബ്ലോ വിൽക്കുന്നത് എത്രക്കാണ്? 25,000 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ അവിടെ പ്രോഫിറ്റാണ്. അപ്പോൾ ടാബ്ലുമിൽ നമുക്ക് പ്രോഫിറ്റാണ് സംഭവിച്ചത്. അതുകൊണ്ട് ടാബിളിനെ ഡെബിറ്റ് ചെയ്യണം. എത്രയാണ്? 5,000 ആണ് പ്രോഫിറ്റ്. ക്രെഡിറ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക പ്രോഫിറ്റ് ഓൺ ടാബിൾ. ഓക്കെ, പ്രോഫിറ്റ് ഓൺ ടാബിളിൻ്റെ അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഓക്കെ, അതും കൊടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് വരാനുള്ളത് എന്താണ്? ഫാന് 4,500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത്, എത്ര രൂപക്കാണ്? 4,000 രൂപയ്ക്ക് ഫാന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 4,500 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ ഫാനുമിൽ നമുക്ക് എന്താണ്? പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഫാന് ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, ഫാനിൽ നിന്ന് 500 രൂപ പോകണം. 500 നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റായിട്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ഓൺ ഫാൻ. അണ്ടർ എന്ത് ചെയ്യാം? ഇൻഡയറക്റ്റ് ഇൻകം തന്നെയാണല്ലോ അല്ലേ? 500 രൂപ പ്രോഫിറ്റായിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കാരേജ് വാനിൻ്റെ അവസ്ഥയാണ്. അതെന്താണ്? 2,00,000 രൂപയ്ക്ക് വാങ്ങിച്ച കാരേജ് വാന് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 1,80,000. എന്തായാലും ലോസ് ആണല്ലോ അല്ലേ? 20,000 രൂപ നമുക്ക് ലോസാണ്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് ലോസ് ഓൺ കാരേജ് വാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ലോസ് ഓൺ കാരേജ് വാൻ. അണ്ടർ എന്താണ് വരിക? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുക്കുന്നു. എത്രയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരിക? 20,000 രൂപ. ക്രെഡിറ്റായിട്ട് കാരേജ് വാന് കാണിക്കുക. ഓക്കെ, കാരേജ് വാൻ കാണിച്ചു. 0 ബാലൻസ് ആയി. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് എല്ലാ അസറ്റും കൊടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ നോക്കാം, നമുക്ക് റിപ്പോർട്ടൊന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് നോക്കുക, ഓൾട്ട് ഫണ്ട് നോക്കുക. ഇപ്പോൾ കണ്ട എല്ലാ അസറ്റും നമ്മൾ കൊടുത്തു കഴിഞ്ഞു അല്ലേ? എല്ലാ അസറ്റും നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് ആൻസർ നോക്കാം. എന്താ? 82,500 നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റായിട്ട് കിട്ടേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. കണ്ടല്ലോ, ഇൻഡയറക്റ്റ് ഇൻകായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കാം. വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി 2 ട്രാൻസാക്ഷനും കൂടി ഇതിൽ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്യാഷ് വിഡ്രോ ഫ്രം SBI 4,000. എന്ത് ചെയ്യേണ്ടി വരും? നേരെ കൗണ്ടർ എടുക്കുക. F4 കൗണ്ടർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ടർ എടുത്തിട്ട് ക്രെഡിറ്റായിട്ട് SBI കൊടുക്കുക. 4,000 എമൗണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ക്യാഷ് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് 80,000 രൂപ ബാങ്കിൽ നിന്നല്ല, പേഴ്സണൽ യൂസിന് വേണ്ടി, അതായത് ക്യാപിറ്റൽ കൊണ്ടുവന്ന ആൾ വിഡ്രോ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നേരെ പേയ്മെൻറ്റിൽ പോവുക. F5 പോവുക. ഡെബിറ്റായിട്ട് കാണിക്കേണ്ടത് ഡ്രോയിങ്സിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണല്ലോ നമ്മൾ കൊടുക്കാൻ പഠിച്ചത്. ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുന്നു. എത്ര കൊടുക്കേണ്ടത്? 80,000 കാണിച്ചു കൊടുക്കുക. ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ
നമുക്ക് എല്ലാ ഭാഗവും ക്ലിയറായി. പക്ഷേ പ്രോഫിറ്റിനൊന്നും ഇപ്പോൾ മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോഫിറ്റ് വരിക. കാരണം എന്താണ്, നമ്മൾ ബാങ്കിൻ്റെ കേസ് അത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇവിടെ ഉണ്ട്. ഇനി യഥാർത്ഥത്തിൽ ബാലൻസ് ഷീറ്റിൻ്റെ ആൻസർ നമുക്കൊന്നും അറിയണ്ടേ. അത് എത്രയാണ് വരിക? അതാ ഇത്രയാണ് വരിക. ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് മൈനസായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? ഇവിടെ നമുക്ക് ബിൽഡിങ് എല്ലാം ഫിക്സഡ് അസറ്റുകൾ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ ക്യാഷ് ബാലൻസ് ഇതാ കണ്ടോളൂ. ക്യാഷ് ബാലൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്രയുള്ളത്? 40,06,500 അല്ലേ? 40,06,500 ഇനി ബാലൻസ് ആയിട്ട് ക്യാഷ് ഉള്ളത്. ബാങ്കിലുള്ളത് 4,96,000 രൂപയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വർക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഫിക്സഡ് അസറ്റിൽ വരുന്ന പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി കാണിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി വരുന്ന എല്ലാ വർക്കുകളിലും ഈ ഒരു സംഭവം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.